മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹത്തിനിടെ പാണക്കാട് സന്ദർശനം നടത്തി VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ്. മലമ്പുഴയുമായി സുരേഷിന് പൊക്കിൾക്കൊടി ബന്ധമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സുരേഷിന് ഒരുപാട് കാലത്ത് പാരമ്പര്യമുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് അത് ബോധ്യവുമാണ്. അപ്പോൾ ആ പാരമ്പര്യത്തെക്കുറിച്ച് അറിയുന്ന ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ ജനങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത് UDFന് നല്ല കരുത്തും ആവേശവും പകരുന്നതായിരിക്കും. മലമ്പുഴ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊക്കിൾക്കൊടി ബന്ധമായിരിക്കും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കാരണം VSന്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം, അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, നേതാക്കളെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മലമ്പുഴയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. അനുഗ്രഹം തേടിയാണ് പാണക്കാട്ടെത്തിയത് എന്ന് സുരേഷ് പറഞ്ഞു. VSന്റെ മകൻ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ല എന്നാണ് A. സുരേഷ് പറഞ്ഞത്. ഇവിടെ വരാനും തങ്ങളെ കാണാനും അദ്ദേഹത്തിൻ്റെയോട് അനുഗ്രഹം വാങ്ങാനും 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും കഴിഞ്ഞതിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ട് ഞാൻ കാണുന്നു. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇത് തികച്ചും ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റും ഒരു അനുഗ്രഹം വാങ്ങലും കൂടിയാണ്. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞാനല്ല പറയേണ്ടത്. മലമ്പുഴ BJP ആണ് 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് 2 തവണയായിട്ട് UDF ആണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തിന്മയുടെ രാഷ്ട്രീയത്തെ വെടിയാനും ഇപ്പോഴത്തെ ഈ ഒരു ഭരണത്തെയും അതുപോലെ തന്നെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെയും എതിർക്കാനും ജനങ്ങളാകെ കാത്തിരിക്കുകയാണ്. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പറയേണ്ട ആൾ ഞാനല്ല. ഗോകുൽ K. വേണുഗോപാൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, മലമ്പുഴയിൽ സുരേഷ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹത്തിന് ആക്കം കൂട്ടുന്നതാണോ ഇന്നത്തെ കൂടിക്കാഴ്ച? അനുജ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ സന്ദർശനത്തിൽ നിന്ന് ബോധ്യമാകുന്ന കാര്യം. മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച കാര്യത്തിൽ താനല്ല തീരുമാനം പറയേണ്ടത് എന്ന് പറയുമ്പോഴും പാണക്കാട് സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹം പാണക്കാടെത്തി മലപ്പുറത്തെത്തി ഇന്ന് കണ്ടിട്ടുണ്ട് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. നേരത്തെ മലമ്പുഴയിൽ VA അരുൺകുമാറാണ്, VS അച്യുതാനന്ദന്റെ മകനാണ് മത്സരിക്കുന്നത് എങ്കിൽ താൻ മത്സരിക്കാനില്ല എന്നൊരു സമീപനമാണ് സ്വീകരിച്ചതെങ്കിൽ ഇത്തവണ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഊഹാപോഹങ്ങൾക്ക് മറുപടി പറയാനില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ UDF ആണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നു. മാത്രമല്ല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആദ്യത്തെ പ്രതികരണത്തിൽ ഈ സുരേഷ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തുന്നുമുണ്ട്. കാരണം മലമ്പുഴയിൽ സുരേഷ് വരികയാണെങ്കിൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയത്. MA ബേബിക്കെതിരെ MA ബേബിയോട് കുറച്ച് ചോദ്യങ്ങളുമായി A. സുരേഷ് ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടുകൂടിയാണ് വീണ്ടും A. സുരേഷ് വാർത്തകളിൽ നിറഞ്ഞത്. 13 വർഷത്തോളം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തു തെറ്റാണ് താൻ ചെയ്തതെന്ന ചോദ്യമായിരുന്നു MA ബേബിയോടുള്ള സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായത്. പിന്നീട് VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം A. സുരേഷ് പങ്കുവെക്കുകയും ചെയ്തു. ഔദ്യോഗിക പക്ഷത്തിന് VS അച്യുതാനന്ദനോടുള്ള കെറുവിന്റെ ബാക്കിപത്രമായിട്ടാണ് തന്നോടുള്ള ഇത്തരത്തിലുള്ള സമീപനത്തിന് പിന്നിലെ കാരണമെന്ന് സുരേഷ് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ പാണക്കാടെത്തി നടത്തിയിട്ടുള്ള ഒരു പരാമർശവും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഒന്നിക്കേണ്ട ഇത് അത്യാവശ്യമാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഈ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി താൻ സ്വീകരിക്കുന്നത് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏകദേശം 5 മിനിറ്റോളം അദ്ദേഹം എത്തി. 11:05 കൂടിയിട്ടായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലെത്തിയത്. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചു. ഏകദേശം 5 മിനിറ്റ് ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം പാണക്കാട് നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. UDFന്റെ മലമ്പുഴയിലെ സ്ഥാനാർത്ഥി A. സുരേഷ് തന്നെയാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പാണക്കാട് സാദിഖ് അലി തങ്ങളിൽ നിന്നുണ്ടാവുന്നു. UDFന്റെ നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സന്നദ്ധത അദ്ദേഹം വീണ്ടും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് A. സുരേഷ് ഇന്ന് പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. അതിനുശേഷമുള്ള 2 പേരുടെയും പ്രതികരണങ്ങൾ, വിശദാംശങ്ങളാണ് ഗോകുൽ K. വേണുഗോപാൽ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.